ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് മാനേജിംഗ് ബ്രാൻഡ്സ് ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി. ഇത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന അതേ ടേമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നു. അതിനകത്ത് വരുന്നത് ടേംസ് അസോസിയേറ്റഡ് വിത്ത് ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഏതാനും ടേംസ്, ദെൻ ടൈപ്സ് ഓഫ് ബ്രാൻഡ്, വിവിധ തരത്തിലുള്ള ബ്രാൻഡുകൾ, ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാൻഡിങ്, അഡ്വാൻറ്റേജ് ഓഫ് ബ്രാൻഡിങ്, ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ബ്രാൻഡിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്രാൻഡിങ് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, ഇതിന് മുമ്പത്തെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ മുഴുവൻ വീഡിയോയുടെയും ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. കൂടാതെ എൻ്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക, ഐ ബട്ടൺ ശ്രദ്ധിക്കുക. ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും ഇവയുടെയും മറ്റ് സബ്ജക്റ്റുകളുടെയും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവയെല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് ബ്രാൻഡിങ് എന്നുള്ളത് നോക്കാം. ബ്രാൻഡിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് പ്രോഡക്റ്റ് പ്ലാനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് എ പ്രോഡക്റ്റ് ഓർ എ ലൈൻ ഓഫ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ എ ലൈൻ ഓഫ് പ്രോഡക്റ്റ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് വെച്ചിട്ട്, ബൈ എ സ്പെഷ്യൽ നെയിം, ഒരു പ്രത്യേക പേര് കൊടുത്തിട്ടാവാം, ഓർ സിമ്പൽ, എന്തെങ്കിലും അടയാളം കൊടുത്തിട്ടാവാം, ഓർ ഡിസൈൻ, എന്തെങ്കിലും ഡിസൈൻ ആവാം, ഓർ എ കോമ്പിനേഷൻ ഓഫ് ദീസ്, ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനും ആവാം. ടു ഐഡൻറ്റിഫൈ ദ പ്രോഡക്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡ്യൂസർ, ഒരു പ്രത്യേക പ്രൊഡ്യൂസറുടെ പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ടേംസ്, നെയിമോ സിമ്പലോ ഡിസൈനോ ഒക്കെ തന്നെയും പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ ലൈൻ ഓഫ് പ്രോഡക്റ്റിനോ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു രീതിയാണ്, ആ പ്രാക്ടീസിനെയാണ് നമ്മൾ എന്താ പറയുക, ബ്രാൻഡിങ് എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ സാംസങ് മൊബൈൽ ഫോൺ, ആ ഒരു കമ്പനിയുടെ മൊബൈൽ ഫോണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്ന പേരാണ് എന്ത്, സാംസങ് എന്ന് പറയുന്നത്. ആ പേര് ചാർത്തുന്ന ആ ഒരു പ്രാക്ടീസാണ് എന്ത്, ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ദ ഫോളോയിങ് ആർ ദ ടേംസ് അസോസിയേറ്റഡ് വിത്ത് ബ്രാൻഡിങ്. ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കുറേ ടേംസ് നമുക്ക് പരിചയപ്പെട്ട് നോക്കാം. ഒന്ന്, ബ്രാൻഡ്. എ ബ്രാൻഡ് ഈസ് എ നെയിം, ടേം, സിമ്പിൾ ഓർ ഡിസൈൻ ഓർ എ കോമ്പിനേഷൻ ഓഫ് ദിസ് which is intended to identify the goods or service of one seller or a group of sellers. മേൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സെല്ലറുടെ ഗുഡ്സ് ആൻഡ് സർവീസസിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം സെല്ലേഴ്സിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് തിരിച്ചറിയണം അല്ലേ, അത് ആരുടെ പ്രോഡക്റ്റാണെന്ന് നമുക്ക് അറിയണം. അത് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന നെയിം ആവാം, ഒരു ടേം ആവാം, സിമ്പിൾ ആവാം, ഡിസൈൻ ആവാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു എന്തെങ്കിലും ഒന്നാവാം. അങ്ങനെയുള്ള ഒന്നാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ സാംസങ് എന്ന് പറയുന്ന ആ ഒരു ടേം അതെന്താണ്, ബ്രാൻഡാണ്. അത് കൊടുക്കുന്ന ആ ഒരു പ്രാക്ടീസാണ് എന്ത്, ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഡൺ ടു ഡിഫറൻഷിയേറ്റ് ദം ഫ്രം ദോസ് ഓഫ് ദ കോമ്പറ്റേറ്റേഴ്സ്. ഇത് ചെയ്യുന്നത് എന്തിനാണ്, ആ ഒരു പ്രോഡക്റ്റിനെ അവരുടെ എതിരാളികളിൽ നിന്നും, അതേ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകും, അവരിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണുണ്ട്, നോക്കിയയുടേതുണ്ട്, റിയൽമി ഉണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് തിരിച്ചറിയുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എ ബ്രാൻഡ് ഇൻക്ലൂഡ്സ് എ ബ്രാൻഡ് നെയിം ആൻഡ് എ ബ്രാൻഡ് മാർക്ക്. അപ്പോൾ ഒരു ബ്രാൻഡിനകത്ത് ഒരു ബ്രാൻഡ് നെയിമും ഉണ്ടായിരിക്കും, ഒരു ബ്രാൻഡ് മാർക്കും ഉണ്ടായിരിക്കും. എക്സാമ്പിൾസ് ഹാവൽസ് ഫാൻസ്, സാംസങ് TV എക്സെട്ര. ഇവയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഒത്തിരി എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന എന്ത് പ്രോഡക്റ്റിൻ്റെ പേരും നമുക്കെടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. ദെൻ ബ്രാൻഡ് നെയിം. ബ്രാൻഡ് നെയിം ഈസ് എ പാർട്ട് ഓഫ് എ ബ്രാൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ വേർഡ്, ലെറ്റർ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് or letters comprising a name which is intended to identify the goods or service of a seller or a group of seller and to differentiate them from competitors. അപ്പോൾ കുറേ സെൻറ്റൻസുകൾ തൊട്ട് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒന്ന് പഠിച്ചാൽ തന്നെ ഒന്ന് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഒരു ബ്രാൻഡ് തന്നെയാണ്, ബ്രാൻഡിൻ്റെ ഒരു ഭാഗമാണ്. ബ്രാൻഡിൽ എന്തൊക്കെ വരും നമ്മൾ നേരത്തെ പറഞ്ഞു, സിമ്പിളും ഡിസൈനും എല്ലാം വരുമ്പോഴാണ് ബ്രാൻഡ് ആകുന്നത്. ബ്രാൻഡ് നെയിം എന്ന് പറയുമ്പോൾ ബ്രാൻഡിൻ്റെ ഒരു ഭാഗം മാത്രമാണത്. അതിനകത്ത് എന്തൊക്കെ വരുള്ളൂ, വേർഡ് വരാം, ലെറ്റർ വരാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, കുറേ വേർഡ്സിൻ്റെ ഒരു കൂട്ടം വരാം, അല്ലെങ്കിൽ ലെറ്റേഴ്സിൻ്റെ ഒരു കൂട്ടം വരാം, കംപ്രൈസിങ് എ നെയിം, ഇതെല്ലാം ചേർത്തുള്ള ഒരു പേരായിരിക്കും ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ അത് ബ്രാൻഡ് നെയിം അല്ല. ഈ വേർഡോ ലെറ്ററോ വെച്ചിട്ടുള്ള ഒരു ഇത് വരുമ്പോഴേ ബ്രാൻഡ് നെയിം ആവുള്ളൂ. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, വിച്ച് ഈസ് ഇൻറ്റൻറ്റഡ്, അത് ഉദ്ദേശിക്കുന്നത് ടു ഐഡൻറ്റിഫൈ ദ ഗുഡ്സ് ഓർ സർവീസ് ഓഫ് എ സെല്ലർ, ഒരു സെല്ലറുടെ ഗുഡ്സും സർവീസും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്.
ഓർ എ ഗ്രൂപ്പ് ഓഫ് സെല്ലർ, ഒരു കൂട്ടം സെല്ലേഴ്സിൻ്റെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ടു ഡിഫറൻഷിയേറ്റ് ദം ഫ്രം കോമ്പറ്റീറ്റേഴ്സ്, എതിരാളികളിൽ നിന്നും നമ്മുടെ പ്രോഡക്റ്റിനെ വേർതിരിച്ച് കാണിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇൻ അതർ വേർഡ്സ്, ഇൻ ദ വേർഡ്സ് ഓഫ് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ, AMAയുടെ വാക്കുകളിൽ വെച്ച് ഇതിനെ പറയുകയാണെങ്കിൽ ബ്രാൻഡ് നെയിം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ബ്രാൻഡ് നെയിം കൺസിസ്റ്റ് ഓഫ് വേർഡ്സ്, ലെറ്റേഴ്സ് ഓർ നമ്പേഴ്സ് വിച്ച് മേ ബി വോക്കലൈസ്ഡ്. നമുക്ക് വോക്കലൈസ് ചെയ്യാൻ പറ്റുന്ന, പറയാൻ പറ്റുന്ന കുറേ വേർഡ്സും ലെറ്റേഴ്സും അല്ലെങ്കിൽ നമ്പറുകളും ചേർന്നിട്ടുള്ളതാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഉഷ ഫാൻ, അത് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഉഷ ഫാൻസ്, സൺലൈറ്റ് സോപ്പ്, ദിനേശ് ബീഡി, അതുപോലെ ഇപ്പോൾ HMT വാച്ച്. അപ്പോൾ അവിടെ ലെറ്ററാണ്. അങ്ങനെയുള്ള ലെറ്ററുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നിങ്ങൾ കാണാറുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. ദെൻ ബ്രാൻഡ് മാർക്ക് എന്താണ്? എ ബ്രാൻഡ് മാർക്ക് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് എ ബ്രാൻഡ്, അതും ഒരു ബ്രാൻഡിൻ്റെ ഭാഗം തന്നെയാണ്. വിച്ച് അപ്പിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് എ സിമ്പിൾ, ഡിസൈൻ ഓർ ഡിസ്റ്റിങ്റ്റീവ് കളറിംഗ് ഓർ ലെറ്ററിങ്. അപ്പോൾ ഒരു പ്രത്യേക സിമ്പലോ ഡിസൈനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കളറോ ഒക്കെ വെച്ചുകൊണ്ട് കാണിക്കുന്ന ഒരു മാർക്ക്, അതാണ് ബ്രാൻഡ് മാർക്ക്. അപ്പം അതുകൊണ്ട് തന്നെ അതും ബ്രാൻഡിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ബ്രാൻഡ് നെയിമും ബ്രാൻഡ് മാർക്കും എല്ലാം കൂടെ ചേർന്നതാണ് എന്ത്? ബ്രാൻഡ്. ഓക്കെ, അതിൽ ലെറ്ററും വേർഡൊക്കെ വെച്ചിട്ടുള്ളത് ബ്രാൻഡ് നെയിമും സിമ്പിളും ഡിസൈനൊക്കെ വെച്ചിട്ടുള്ളത് ബ്രാൻഡ് മാർക്കുമാണ്. ഇറ്റ് കുഡ് ബി റെക്കഗ്നൈസ്ഡ് ഓൺലി ബൈ സൈറ്റ് ബട്ട് ആർ നോട്ട് പ്രൊണൗൺസിയബിൾ. ഇത് നമുക്ക് കണ്ട് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ, നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പല കാറുകളുടെയും നമുക്കറിയാം, സുസുക്കി, മാരുതി സുസുക്കിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട് അല്ലേ, ടൊയോട്ടൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ ടാറ്റയുടേത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന വണ്ടിയാണ് അല്ലെങ്കിൽ ഇന്ന കമ്പനിയാണ് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള കണ്ടാൽ മാത്രം മനസ്സിലാകുന്ന പറയാൻ പറ്റാത്ത ഐറ്റംസ്. ദെൻ എക്സാമ്പിൾ, ദ സിമ്പിൾ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBIയുടെ സിമ്പിൾ നമുക്ക് കണ്ടാലറിയാം. ഓർ എയർലൈൻസിനൊക്കെ ഒരു സിമ്പിൾ ഉണ്ട്, ഒരു ചിഹ്നമുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ബ്രാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. ദെൻ ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ വെൻ എ ബ്രാൻഡ് നെയിം ഓർ ബ്രാൻഡ് മാർക്ക് ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ലീഗലൈസ്ഡ് ഇറ്റ് ബിക്കംസ് എ ട്രേഡ് മാർക്ക്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ ബ്രാൻഡ് മാർക്കോ, ഒറ്റ വാക്കിൽ നമുക്ക് ബ്രാൻഡ് എന്ന് പറയാം. ബ്രാൻഡ് നെയിമും ബ്രാൻഡ് മാർക്കും കൂടെ വരുമ്പോൾ അത് ബ്രാൻഡാണ്. ആ ബ്രാൻഡിനെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് അതിനെ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്, നിയമവിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ട്രേഡ് മാർക്ക് എന്ന് പറയും. അപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് മാർക്കാണ് എന്ത്? ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് മാർക്ക് ഈസ് എ ബ്രാൻഡ് ഓർ എ പാർട്ട് ഓഫ് എ ബ്രാൻഡ് ദാറ്റ് ഈസ് ഗിവൺ ലീഗൽ പ്രൊട്ടക്ഷൻ. നിയമപരമായിട്ടുള്ള സംരക്ഷണം നൽകപ്പെടുന്ന ബ്രാൻഡിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ട്രേഡ്. അങ്ങനെയുള്ള ഒരു ബ്രാൻഡാണ് അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഒരു ഭാഗമാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ബ്രാൻഡിൻ്റെ ഭാഗമാണെന്ന് പറയാൻ കാരണം ബ്രാൻഡ് നെയിം മാത്രമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രാൻഡ് മാർക്ക് മാത്രമാവാം. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് എക്സ്ക്ലൂസീവ് അപ്രോപ്രിയേഷൻ. കാരണം അങ്ങനെ പറയാൻ കാരണം, ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയാൻ കാരണം അതിന് എക്സ്ക്ലൂസീവ് അപ്രോപ്രിയേഷനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അത് ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവർക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറൊരാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഡ്യൂലി രജിസ്റ്റേർഡ് അണ്ടർ ദ ട്രേഡ് നെയിം ആൻഡ് ട്രേഡ് മാർക്സ് ആക്ട്. ഇത് ട്രേഡ് നെയിം ആൻഡ് ട്രേഡ് മാർക്സ് ആക്ട് പ്രകാരമാണ് നമ്മളത് രജിസ്റ്റർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് ദ സെല്ലർ ടു യൂസ് ദ ബ്രാൻഡ് നെയിം ഓർ ബ്രാൻഡ് മാർക്ക്. ആ ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് മാർക്ക്, അതായത് ബ്രാൻഡ്, അത് ഉപയോഗിക്കാനുള്ള ഒരു സെല്ലറുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റാണ്. അയാൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാനുള്ള അധികാരമുള്ളൂ. വേറെ ആരും ഉപയോഗിച്ച് കഴിഞ്ഞാലും കേസ് കൊടുക്കാം, അതിന് നഷ്ടപരിഹാരം വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും കൊടുത്ത ആൾ, കേസ് കൊടുത്ത ആൾ തന്നെ ആയിരിക്കും ജയിക്കുക. കാരണം അയാൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാനുള്ള റൈറ്റ് ഉള്ളൂ. ദ ലെറ്റർ R ഇൻ എ സർക്കിൾ on each package will indicate that the brand is duly registered. അപ്പം നമ്മൾ പല പാക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു റൗണ്ടിനകത്ത് പേരിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ടാവും, ഒരു റൗണ്ടിനകത്ത് ഒരു സർക്കിളിനകത്ത് R എന്ന് പറയുന്ന ലെറ്റർ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അത് പിന്നെ രജിസ്റ്റർ ചെയ്ത ബ്രാൻഡ് നെയിമാണ്, അതായത് ട്രേഡ് മാർക്ക് ആയിരിക്കും എന്നാണ് അതിനർത്ഥം. അപ്പോൾ ട്രേഡ് മാർക്കുള്ള രജിസ്റ്റർ ചെയ്തവരുടെ പാക്കറ്റിൻ്റെ മുകളിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. ട്രേഡ് മാർക്ക് ഈസ് എ ലീഗൽ ടേം പ്രൊട്ടക്റ്റിംഗ് ദ മാനുഫാക്ചേഴ്സ് റൈറ്റ് ടു യൂസ് ദ ബ്രാൻഡ് നെയിം ഓർ ബ്രാൻഡ് മാർക്ക്. അപ്പോൾ ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു ലീഗൽ ടേം ആണ്, നിയമപരമായുള്ളൊരു പദമാണ്. അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ദ മാനുഫാക്ചേഴ്സ് റൈറ്റ് ടു യൂസ് ദ ബ്രാൻഡ് നെയിം ആൻഡ് ബ്രാൻഡ് മാർക്ക്. ആ ഒരു ബ്രാൻഡ് നെയിം, ആ ബ്രാൻഡ് മാർക്ക് ഉപയോഗിക്കാനുള്ള മാനുഫാക്ചറുടെ അവകാശത്തെ സംരക്ഷിക്കുന്ന, അതിനെ കാണിക്കുന്ന ഒരു ലീഗൽ ടേമാണ് ട്രേഡ് മാർക്ക്.
ദെൻ ട്രേഡ് നെയിം എന്താന്ന് നോക്കാം. ട്രേഡ് നെയിം ഈസ് ഓഫൺ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി വിത്ത് എ ട്രേഡ് മാർക്ക് ഓർ ബ്രാൻഡ് നെയിം. പലപ്പോഴും നമ്മൾ ബ്രാൻഡ് നെയിം എന്നുള്ളതിന് പകരം ട്രേഡ് നെയിം എന്ന് ഉപയോഗിക്കും, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് എന്നുള്ളതിന് പകരം ട്രേഡ് നെയിം എന്നൊക്കെ നമ്മൾ ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ വ്യത്യാസമുണ്ട്. എ ട്രേഡ് നെയിം ഈസ് ദ നെയിം ഓഫ് ബിസിനസ്, പ്രിഫറബിളി ദ നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ട്രേഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ബിസിനസിന്റെ പേരാണ്. മിക്കവാറും അത് എന്തിൻ്റെ, പ്രത്യേകിച്ചും അത് എന്തിൻ്റെ ആയിരിക്കും, ഓർഗനൈസേഷന്റെ പേരായിരിക്കും ട്രേഡ് നെയിം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ട്രേഡ് നെയിം ഓർഗനൈസേഷൻ നെയിംസ് ഇറ്റ് സെൽഫ് എന്നാണ്, സെന്റൻസ് ഒന്നിച്ചാണ്. എ ട്രേഡ് നെയിം മേ സംടൈംസ് ബി എ ബ്രാൻഡ് നെയിം. അപ്പോൾ ട്രേഡ് നെയിം ചില സമയത്ത് ബ്രാൻഡ് നെയിം തന്നെ ആയിരിക്കും. അതായത് കമ്പനിയുടെ പേരും ബ്രാൻഡ്, ആ ഒരു പ്രോഡക്റ്റിന് കൊടുത്തിരിക്കുന്ന ബ്രാൻഡ് നെയിം സെയിം ആവാറുണ്ട്. ഇൻ സച്ച് എ കേസ് ഇറ്റ് ബ്രിങ്സ് ഔട്ട് ദ ഐഡന്റിറ്റി ഓഫ് ദ മാനുഫാക്ചർ ആൻഡ് ദ പ്രോഡക്ട്സ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ മാനുഫാക്ചറിന്റെ ഐഡന്റിറ്റി അത് തന്നെയായിരിക്കും, പ്രോഡക്റ്റിന്റെയും ഐഡന്റിറ്റിയും അത് തന്നെയായിരിക്കും. രണ്ടിനും ഒരേ പേര്, രണ്ടും തിരിച്ചറിയുന്നതിന് അത് ഉപയോഗിക്കപ്പെടുന്നു. ഇപ്പോൾ ഗോദ്രേജ് അതിന് എക്സാമ്പിൾ ആണ്. ഗോദ്രേജ് ഈസ് ബോത്ത് ട്രേഡ് നെയിം ആണ്, അതായത് കമ്പനിയുടെ പേരും അത് തന്നെയാണ്, ബ്രാൻഡ് നെയിം ഓഫ് ഫോർ മോസ്റ്റ് ഓഫ് ദെയർ പ്രോഡക്റ്റ്. അവരുടെ പ്രോഡക്റ്റിന്റെ ഒട്ടുമിക്ക പേരും എന്ത് തന്നെയാണ്, ഈ ഗോദ്രേജ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഗോദ്രേജ് ലോക്സ്, ഗോദ്രേജ് സോപ്പ്, അല്ലെ ഗോദ്രേജ് ഫ്രിഡ്ജ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ കമ്പനിയുടെ പേര് തന്നെ ബ്രാൻഡ് നെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ട്രേഡ് നെയിം, കമ്പനിയുടെ പേരാണ്, ആ ഒരു ഓർഗനൈസേഷന്റെ പേരാണ് ബ്രാൻഡ് നെയിം. ടാറ്റ ഈസ് ഓൺലി എ ട്രേഡ് നെയിം. ടാറ്റ അതുപോലെ ട്രേഡ് നെയിം ആണ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ട്രേഡ് നെയിം ആണ്. പ്രൊഡ്യൂസിങ് വേരിയസ് പ്രോഡക്ട്സ് സച്ച് ആസ് ജാസ്മിൻ സോപ്പ്, ഹെയർ ഓയിൽ എക്സെട്ര. അപ്പോൾ ടാറ്റ എന്ന് പറയുന്നത് കമ്പനി നെയിം മാത്രമാണ്, അവർ ട്രേഡ് നെയിം മാത്രമാണ്. അവരുടെ പ്രോഡക്റ്റുകൾക്ക് അവർ വേറെ പേരാണ് കൊടുക്കാറ്. ഇപ്പോൾ ജാസ്മിൻ സോപ്പ്, ജാസ്മിൻ ഹെയർ ഓയിൽ ഒക്കെ അതിനകത്ത് വരുന്നതാണ്. ദെൻ പേറ്റൻസ്. പേറ്റന്റ് ആർ പബ്ലിക് ഡോക്യുമെന്റ്സ് കോൺഫറിങ് സർട്ടൺ റൈറ്റ്സ്, പ്രിവിലേജസ്, ടൈറ്റിൽസ് ഓർ ഓഫീസസ്. ചില പ്രത്യേക അധികാരങ്ങൾ, അവകാശങ്ങൾ, പ്രിവിലേജസ്, മുൻഗണനകൾ, ടൈറ്റിൽ, ഉടമസ്ഥാവകാശം, ഓഫീസസ് ഒക്കെ തന്നെ കോൺഫർ ചെയ്യുന്ന, നൽകുന്ന ഏതാനും പബ്ലിക് ഡോക്യുമെന്റ് ആണ്, പൊതു ഡോക്യുമെന്റ് ആണ് എന്ത്, പേറ്റന്റ് എന്ന് പറയുന്നത്. ഇറ്റ് കോൺഫേഴ്സ് ദ റൈറ്റ് ടു ദ യൂസ് ഓഫ് എ ടെക്നിക്കൽ ഇൻവെൻഷൻ. ഒരു ടെക്നിക്കൽ ആയിട്ടുള്ളൊരു കണ്ടുപിടുത്തം അത് ഉപയോഗിക്കാനുള്ള അവകാശമാണ് ഈ പേറ്റന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് എ ന്യൂ ഇൻവെൻഷൻ സച്ച് ആസ് എ ന്യൂ പ്രോസസ്. ഇത് പലപ്പോഴും പുതിയ കണ്ടുപിടുത്തങ്ങളുടെ കേസസിലാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഏതുപോലെ, സച്ച് ആസ് എ ന്യൂ പ്രോസസ്, ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി പുതിയ പ്രോസസ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. എ ന്യൂ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാകും. ഓർ എ ന്യൂ മെഷീൻ, അല്ലെങ്കിൽ പുതിയ മെഷീന് കണ്ടുപിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിനൊക്കെയാണ് ഇത് പലപ്പോഴും അപ്ലിക്കബിൾ ആകുന്നത്. ഇപ്പോൾ ചില സമയത്ത് പുതിയ മെഡിസിൻ ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനുള്ള പേറ്റന്റ്, ഇപ്പോൾ നമ്മൾ കൊറോണ വാക്സിൻ അത് കണ്ടുപിടിച്ച കമ്പനിക്കായിരിക്കും അതിൻ്റെ പേറ്റന്റ് ഉണ്ടാവും. അത് മറ്റൊരാൾക്ക് മാനുഫാക്ചർ ചെയ്യാനോ മറ്റോ സാധിക്കില്ല. അതിനുള്ള അവകാശം അവരിൽ മാത്രം നിക്ഷിപ്തമാക്കി കൊണ്ടുള്ള ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് പേറ്റന്റ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ കമ്പനിക്ക് മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനോ മറ്റോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പുതിയതൊന്ന് കണ്ടുപിടിക്കുമ്പോൾ എല്ലാവരും പാറ്റന്റിന് അപ്ലൈ ചെയ്യും, അത് അവരുടെ പേരിലാക്കും. അതറിയാത്ത ആളുകൾ എന്ത് ചെയ്യും, അങ്ങനെ വെച്ചെന്ന് വരും. അങ്ങനെ ഇല്ലയെന്ന് കാണുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ അത് അവരുടെ പേരിൽ എടുത്തു എന്ന് വരും. അപ്പോൾ അന്നേരത്ത് ആദ്യം കണ്ടുപിടിച്ചാൽ അവകാശം പറഞ്ഞു വരാനൊന്നും പറ്റില്ല. ആരുടെ പേരിലെ പേറ്റന്റ് കിട്ടിപ്പോയത് അവർക്കായിരിക്കും പിന്നീട് അവകാശം വരിക. വെൻ എ ന്യൂ ഇൻവെൻഷൻ ഈസ് മെയ്ഡ്, പുതിയൊരു കണ്ടുപിടുത്തം നടത്തുന്ന സമയത്ത് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് സോ ദാറ്റ് ആൻ എക്സ്ക്ലൂസീവ് റൈറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദി ഇൻവെന്റർ ടു യൂസ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഒരു പുതിയ ഇൻവെൻഷൻ നടത്തുന്ന സമയത്ത് അത് രജിസ്റ്റർ ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കണ്ടുപിടിച്ച ഇൻവെന്റർക്ക് എന്ത് ചെയ്യും, അത് അയാൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ള റൈറ്റ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. Then copyright. This is applicable in the case of books and publications and is used in the same meaning as that of patent. പാറ്റന്റിന്റെ അതേ മീനിങ് തന്നെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, അതേ പർപ്പസ് തന്നെയാണ്. പക്ഷേ ബുക്സ് അതുപോലെ പബ്ലിക്കേഷൻസ് ഇതിന്റെ കേസസിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സോൾ റൈറ്റ് ടു റീപ്രൊഡ്യൂസ് ലിറ്റററി, ഡ്രാമാറ്റിക്കൽ, മ്യൂസിക്കൽ ഓർ ആർട്ടിസ്റ്റിക് വർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള സാഹിത്യപരമായിട്ടുള്ള, ഡ്രാമാറ്റിക്കലായിട്ടുള്ള, മ്യൂസിക്കൽ അതുപോലെ ആർട്ടിസ്റ്റിക്കൽ വർക്ക് ഇതൊക്കെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ, ഒരു പ്രാവശ്യം ഒരാൾ ഉണ്ടാക്കിയത് വീണ്ടും അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ, അതിന്റെ കോപ്പി എടുക്കാൻ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഏക അവകാശം ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമാക്കുന്ന ഒന്നാണ് എന്ത്, കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. കോപ്പിറൈറ്റ് എക്സ്റ്റെൻഡ് ടു ദ ഓതേഴ്സ് ലൈഫ് ടൈം. അതിന്റെ ഓതർ ആരാണോ അയാളുടെ ജീവിതകാലം മുഴുക്കെ ആ കോപ്പിറൈറ്റ് നിലനിൽക്കും, അയാളിൽ തന്നെ നിലനിൽക്കും, അയാൾക്ക് മാത്രമേ അതിനുള്ള അവകാശം ഉണ്ടാവുള്ളൂ. അൻറ്റിൽ 50 years ആഫ്റ്റർ ഹിസ് ഡെത്ത്, അയാൾ മരിച്ച് 50 കൊല്ലത്തോളം അയാളുടെ പേരിൽ തന്നെ നിലനിൽക്കും. അയാളുടെ റിലേറ്റീവ്സിനായിരിക്കും അത് ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടാവുക.
സംടൈംസ് കോപ്പിറൈറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് ദി പബ്ലിഷേഴ്സ്. ചില സമയത്ത് ഈ കോപ്പിറൈറ്റ് പബ്ലിഷേഴ്സിൽ വെസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചില കഥകളൊക്കെ സിനിമയൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാവാറുണ്ട് അല്ലെ. അവരുടെ റിലേറ്റീവ്സിനോട് പാരന്റ്സിനോട് പെർമിഷൻ ചോദിക്കാതിരിക്കുമ്പോഴൊക്കെ ഇത് ഇഷ്യൂ ആവാറുണ്ട്. അതിന് കോപ്പിറൈറ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിച്ച ആൾക്കാർ ആരാണോ അവർക്ക് ഒരു നിലയ്ക്കും അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ പറ്റില്ല. അവരെ നഷ്ടപരിഹാരം മറ്റും കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. Then brand loyalty. Brand loyalty means commitment of a buyers to a particular brand. ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനോടുള്ള ഒരു ബയ്യറുടെ കമ്മിറ്റ്മെന്റ്, അതിനോടുള്ള ഒരു ആത്മാർത്ഥത, താല്പര്യം, അതൊക്കെയാണ് നമ്മൾ ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രോങ് അറ്റാച്ച്മെന്റ് ഓഫ് എ ബയ്യർ ടുവേർഡ്സ് എ പർട്ടിക്കുലർ ബ്രാൻഡ്. ഒരു നിർദ്ദിഷ്ട ബ്രാൻഡിനോടുള്ള ബയ്യറുടെ ശക്തമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അടുപ്പമാണ് ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത്. ആ ഒരു ബ്രാൻഡിന്റെ സാധനം അവർ വാങ്ങിക്കുള്ളൂ, അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് ബ്രാൻഡ് ലോയൽറ്റി. ഇഫ് എ കസ്റ്റമർ ഹാസ് എ ബ്രാൻഡ് ലോയൽറ്റി ടുവേർഡ്സ് കോൾഗേറ്റ്, ഇപ്പൊ കോൾഗേറ്റിനോട് ഒരു കസ്റ്റമർക്ക് ഒരു ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടെങ്കിൽ ഹി വിൽ പർച്ചേസ് ആൻഡ് യൂസ് ഓൺലി ദാറ്റ് ടൂത്ത് പേസ്റ്റ്. അയാൾക്ക് എപ്പോഴും ഏതാ വാങ്ങിക്കുള്ളൂ, പിന്നെ ഈ ഒരു കോൾഗേറ്റ് മാത്രമേ വാങ്ങിക്കൂ, ഉപയോഗിക്കുകയും ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതാണ് ബ്രാൻഡ് ലോയൽറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ ബ്രാൻഡ് ഇക്വിറ്റി, ഒരു പ്രധാനപ്പെട്ട ഒരു ടേം ആണത്. ഇറ്റ് ഈസ് ദ ഇൻട്രൻസിക് വാല്യൂ ഓഫ് എ ബ്രാൻഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇത് ഒരു ബ്രാൻഡിന്റെ ഇൻട്രൻസിക് വാല്യൂ ആണ്, അതിന്റെ ആന്തരികമായിട്ടുള്ള ഒരു മൂല്യമാണ്. അത് നമ്മൾ ഏത് ടേംസിലാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്? മണി ടേംസിലാണ് നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ ഫോർ ഇറ്റ് ഇൻ പ്രിഫറൻസ് ടു ഇറ്റ്സ് റൈവൽസ്. അതിന്റെ എതിരാളികളിൽ നിന്നും, കാരണം അതേ പ്രോഡക്റ്റ് മറ്റുള്ളവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടാവും, അവരിൽ നിന്നും അവരെക്കാളും ഒരു മുൻഗണന കൊടുത്തുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് പിന്നെ കൺസ്യൂമേഴ്സ് പേ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ഇത് എത്രയാണോ ആ ഒരു എമൗണ്ടിന്റെ ടേംസിൽ നമ്മൾ പറയുന്നതാണ് എന്ത്? ബ്രാൻഡ് ഇക്വിറ്റി എന്നുള്ളത്. ബ്രാൻഡ് ഇക്വിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ പവർ ആൻഡ് വാല്യൂ ദാറ്റ് എ ബ്രാൻഡ് ആഡ്സ് ടു എ പ്രോഡക്റ്റ്. അപ്പൊ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബ്രാൻഡ് അത് അതിന്റെ ആ ഒരു പ്രോഡക്റ്റിന് ചാർത്തി കൊടുക്കുന്ന ആ ഒരു പവർ, മൂല്യം, വാല്യൂ, അതിനൊക്കെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയാം. ഇപ്പൊ സം ബ്രാൻഡ്സ് ആർ പോപ്പുലർ, ചില ബ്രാൻഡുകൾ പോപ്പുലർ ആയിരിക്കും, പ്രശസ്തമായിരിക്കും. ബട്ട് സം അതേഴ്സ് ആർ അൺനോൺ ടു മോസ്റ്റ് ബയേഴ്സ്, മറ്റു ചിലത് ബയേഴ്സിന് ആർക്കും അറിയണ്ടാവില്ല. പോപ്പുലർ ബ്രാൻഡ്സ് ഹാവ് ഹൈ ബ്രാൻഡ് ഇക്വിറ്റി. പോപ്പുലർ ബ്രാൻഡ്സിന് തീർച്ചയായിട്ടും അപ്പൊ എന്തുണ്ടെന്ന് നമുക്ക് പറയാം? ഹൈ ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടെന്ന് പറയാം. അതിന് ഉയർന്ന വാല്യൂ ഉണ്ട്, ആ ഒരു പ്രോഡക്റ്റിന് നല്ല വാല്യൂ ഉണ്ടായിരിക്കും, അതിന് ആളുകൾ മറ്റുള്ളതിനേക്കാളും പേ ചെയ്യാൻ വില്ലിങ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം അതിന് നമുക്ക് എന്തുണ്ടെന്ന് പറയാം? ഹൈ ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടെന്ന് പറയാം. ദ വാല്യൂ ഓഫ് എ ബ്രാൻഡ് ഈസ് കോൾഡ് ബ്രാൻഡ് ഇക്വിറ്റി. അപ്പൊ ഒരു ബ്രാൻഡിന്റെ ഒരു മൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയാം? ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയാം. നമ്മളൊരു സ്ഥാപനത്തിന്റെ മൂല്യത്തെ നമ്മൾ ഗുഡ്വിൽ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, അതുപോലെ ഒരു ബ്രാൻഡിനുള്ള ആ ഒരു മൂല്യത്തെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയാം. ജസ്റ്റ് ലൈക്ക് അതർ ഫിസിക്കൽ അസറ്റ്, മറ്റ് ഭൗതിക വസ്തുക്കളെ, അസറ്റിനൊക്കെ പോലെ തന്നെ കമ്പനി റെക്കഗ്നൈസ് ദ വാല്യൂ ഓഫ് ബ്രാൻഡ്സ്. കമ്പനിക്ക് അതിന്റെ ബ്രാൻഡിന്റെ മൂല്യം റെക്കഗ്നൈസ് ചെയ്യാവുന്നതാണ്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ദേ അസ്യൂം മോർ വാല്യൂ ടു ദ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്സ്. ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് മീൻസ് പോപ്പുലറൈസ് ചെയ്യപ്പെട്ട് ആളുകളുടെ മനസ്സിൽ പിന്നെ ഒരു സ്ഥാനം കൈയടക്കിയിട്ടുള്ള പിന്നെ ബ്രാൻഡ് ആണെങ്കിൽ അതിന് കൂടുതൽ വാല്യൂ അസ്യൂം ചെയ്യപ്പെടുന്നു. എ പവർഫുൾ ബ്രാൻഡ് ഹാസ് ഹൈ ബ്രാൻഡ് ഇക്വിറ്റി. ഒരു പവർഫുൾ, ശക്തമായിട്ടുള്ള ഒരു ബ്രാൻഡിന് ഹൈ ബ്രാൻഡ് ഇക്വിറ്റിയാണ് ഉണ്ടാവും. അപ്പൊ ചുരുക്കത്തിൽ ഒരു ബ്രാൻഡിന്റെ മൂല്യത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്? ബ്രാൻഡ് ഇക്വിറ്റി. ഹൈ ബ്രാൻഡ് പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിന് ഹൈ ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടായിരിക്കും. ദെൻ അടുത്ത ഒരു ഇതിലേക്ക് പോവാണ്, ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് ബ്രാൻഡ്സ്. വിവിധ തരത്തിലുള്ള ബ്രാൻഡുകൾ ഏതൊക്കെയാന്ന് നോക്കാം. Brands are broadly classified into manufacturers brand and distributors brand. Manufacturers brandനെ നമ്മൾ നാഷണൽ ബ്രാൻഡ് എന്നും കൂടെ പറയും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബ്രാൻഡിനെ നമ്മൾ പ്രൈവറ്റ് ബ്രാൻഡ് എന്നും കൂടെ പറയും. The other types of brands are individual brands, family brands, umbrella brands and mixed brands. മറ്റ് ബ്രാൻഡുകൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബ്രാൻഡ്, ഫാമിലി ബ്രാൻഡ്, അംബ്രല്ല ബ്രാൻഡ്സ്, മിക്സഡ് ബ്രാൻഡ്സ്, ഇവയൊക്കെയാണ്. അപ്പോൾ ഓരോന്ന് എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്ന് മാനുഫാക്ചേഴ്സ് ബ്രാൻഡ്, അല്ലെങ്കിൽ മറ്റൊരു പേര് നാഷണൽ ബ്രാൻഡ്സ്. മാനുഫാക്ചേഴ്സ് ബ്രാൻഡ്സ് ആർ ഇനീഷ്യേറ്റഡ് ബൈ പ്രൊഡ്യൂസേഴ്സ്. ഈ മാനുഫാക്ചേഴ്സ് ബ്രാൻഡ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്. ആരാണോ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവര് തന്നെ കൊടുക്കുന്ന പേരാണ് പിന്നെ മാനുഫാക്ചേഴ്സ് ബ്രാൻഡ് എന്ന് പറയാം. The manufacturers are identified with their products
അറ്റ് ദ പോയിന്റ് ഓഫ് പർച്ചേസ്. അപ്പോൾ വാങ്ങിക്കുന്ന ആ ഒരു പോയിന്റിൽ നമുക്ക് ആ പ്രോഡക്റ്റിനെ നമുക്ക് അതിന്റെ മാനുഫാക്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ. ഇൻ മാർക്കറ്റിംഗ് ഹിസ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് യൂസ് ഹിസ് ഓൺ ബ്രാൻഡ്സ്. അപ്പൊ അയാളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു, അയാളുടെ പേര് തന്നെ, അയാളുടെ ബ്രാൻഡ് തന്നെ, അവരുടെ ബ്രാൻഡ് തന്നെ കൊടുക്കുന്നു. ഒരു കമ്പനി ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അവരതിന്റെ ബ്രാൻഡ് നെയിം എന്താണെന്ന് നിശ്ചയിക്കുന്നു, അവരതിനെ ചാർത്തി കൊടുക്കുന്നു. അത് അവസാനം വരേക്ക് ആ ഒരു പ്രോഡക്റ്റ് ആ പേരിൽ അറിയപ്പെടുന്നു. പ്രൊഡ്യൂസേഴ്സ് മേ ഹാവ് കൺസിഡറബിൾ കൺട്രോൾ ഓവർ ദെയർ പ്രോഡക്ട്സ്. അപ്പൊ സ്വന്തം പേര് കൊടുത്തതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റിന് പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ആർക്കുണ്ടായിരിക്കും, പ്രൊഡ്യൂസർക്ക് ഉണ്ടായിരിക്കും. വെൻ മാനുഫാക്ചേഴ്സ് ബ്രാൻഡ്സ് ആർ യൂസ്, മാനുഫാക്ചർ ബ്രാൻഡ് ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ മുഴുവൻ കൺട്രോളും പ്രൊഡ്യൂസർക്ക് ഉണ്ടായിരിക്കും. ദെൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓർ പ്രൈവറ്റ് ബ്രാൻഡ്. ഇത് പറയുമ്പം ഫസ്റ്റത്തെ എന്താണെന്നൊന്നും കൂടെ ഒന്ന് ക്ലിയർ ആവും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓർ പ്രൈവറ്റ് ബ്രാൻഡ് ഈസ് വൺ വിച്ച് ഈസ് സ്പോൺസേർഡ് ബൈ മർച്ചന്റ്സ് ഓർ ഏജന്റ്സ്. ഇത് പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്ന ബ്രാൻഡ് നെയിം അല്ല. പ്രൊഡ്യൂസർ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ അതിന് ശേഷം വരുന്ന മർച്ചന്റോ ഏജന്റോ ആരാണോ അവര് ചാർത്തി കൊടുക്കുന്ന പേരുകളാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബ്രാൻഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത്. പ്രോഡക്ട്സ് ഓഫ് ഡിഫറെന്റ് ഫേംസ് വിത്ത് ലിറ്റിൽ മാർക്കറ്റിംഗ്, കുറച്ച് മാത്രം മാർക്കറ്റിംഗ് ഉള്ള, അതുപോലെ സ്കേഴ്സ് റിസോഴ്സസ് ഉള്ള, ഓർ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, വളരെ പരിമിതമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മാത്രമുള്ള സ്ഥാപനങ്ങളുടെ പ്രോഡക്റ്റുകൾ. അത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ച പോലെ മാർക്കറ്റ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അത്തരം കമ്പനികളുടെ ഫേമുകളുടെ പ്രോഡക്റ്റുകൾ ആർ കളക്റ്റഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അണ്ടർ ദെയർ ഓൺ ബ്രാൻഡ്സ്. അത്തരം പ്രോഡക്റ്റുകളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യും. എന്നിട്ട് അവരുടെ ഒരു ബ്രാൻഡ് നെയിം വെച്ചിട്ട് അവരതിനെ മാർക്കറ്റ് ചെയ്യും. ദീസ് ബ്രാൻഡ്സ് ആർ ഇനീഷ്യേറ്റഡ് ബൈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഈ പേര് കൊടുക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. സോ ദ മാനുഫാക്ചേഴ്സ് ആർ നോട്ട് ഐഡന്റിഫൈഡ് ഓൺ ദ പ്രോഡക്ട്സ്. അപ്പൊ ആ ഒരു പ്രോഡക്റ്റിന്മേൽ നിന്നും നമുക്ക് ഒരിക്കലും അതിന്റെ മാനുഫാക്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പേരായിരിക്കും അതിന് വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഫസ്റ്റത്തെ മാനുഫാക്ചേഴ്സ് ബ്രാൻഡ് എന്താണെന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഡിവിജ്വൽ ഓർ മൾട്ടി ബ്രാൻഡ്. ഇൻഡിവിജ്വൽ ബ്രാൻഡ് ആർ ദോസ് വെയർ ഈച്ച് പ്രോഡക്റ്റ് ഹാസ് എ യുണീക് ബ്രാൻഡ് നെയിം. അതായത് ഒരു ഫേം ഇറക്കുന്ന ഓരോ പ്രോഡക്റ്റിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള പേര്, യുണീക്ക് ബ്രാൻഡ് നെയിം കൊടുക്കുമ്പോഴാണ് അവിടെ ഇൻഡിവിജ്വൽ ബ്രാൻഡ് അപ്ലൈ ചെയ്തു നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഓരോ പ്രോഡക്റ്റിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള പേര് കൊടുക്കുമ്പോഴാണ് ഇൻഡിവിജ്വൽ ബ്രാൻഡ് ആവുന്നത്. എ ഫേം മേ ഡിസൈഡ് അപ്പോൺ എ പോളിസി ഓഫ് അഡോപ്റ്റിംഗ് ഡിസ്റ്റിങ്റ്റീവ് ബ്രാൻഡ് ഫോർ ഈച്ച് ഓഫ് ഹിസ് പ്രോഡക്റ്റ്. ഒരു ഫേം അതിന്റെ ഓരോ പ്രോഡക്റ്റിനും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ബ്രാൻഡ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്രാൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വരാം. വേരിയസ് ബ്രാൻഡ്സ് ഓഫ് സോപ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ ലിവർ ഈസ് ആൻ എക്സാമ്പിൾ. ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡ് ഇറക്കുന്ന സോപ്പുകളുടെ ബ്രാൻഡ് നെയിം അത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇവരിറക്കുന്ന സോപ്പാണ് ഡവ്, ലക്സ്, പിയേഴ്സ്, ഹമാം, ലിറില്, ലൈഫ് ബോയ് ഒക്കെ ഇവരുടെ സോപ്പാണ്. നമ്മൾ ആ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വ്യത്യസ്ത കമ്പനികളുടേതാണെന്ന്. പക്ഷെ ഒരേ ഫേമിന്റെ തന്നെയാണ്. ഓരോ സോപ്പിനും ചെറിയ ചെറിയ വെറൈറ്റി വേരിയേഷൻ മാത്രം സോപ്പിൽ കൊടുത്തുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പേര് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. Then multi-brand is a strategy where a seller develops 2 or more brands in the same product category. Multi-brand എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നത് ഒരേ പ്രോഡക്റ്റ് കാറ്റഗറിക്ക് തന്നെ രണ്ടോ അതിൽ കൂടുതലോ ബ്രാൻഡ് നെയിമുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പം ഒരു പ്രോഡക്റ്റിന് അത് ലക്ഷറി വേർഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ അഫോർഡബിൾ വേർഷൻ ആണെന്ന് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിന് ചെറിയ മാറ്റം വരുത്തിയിട്ടുള്ള പേര് കൊടുക്കുക. അപ്പൊ പ്രീമിയം വേർഷൻ എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കുന്നതൊക്കെയാണ് മൾട്ടി ബ്രാൻഡിനകത്ത് വരുന്നത്. Then family brand. Under this policy, one brand name is given for all the products in a product line. ഒരു പ്രോഡക്റ്റ് ലൈനിലെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഒരേ പേര് കൊടുക്കുന്നതാണ് ഫാമിലി ബ്രാൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അമുൽ ഫോർ മിൽക്ക് പ്രോഡക്ട്സ്. ഇപ്പൊ അമുൽ ഇറക്കുന്ന മിൽക്ക് പ്രോഡക്റ്റുകൾക്ക് എല്ലാത്തിനും അമുൽ തന്നെയാണ് പേര്. ആക്മെ ഫോർ കോസ്മെറ്റിക്സ്. കോസ്മെറ്റിക്സ് ഐറ്റംസ് അത് ഏത് രൂപത്തിലുള്ളതാണെങ്കിലും അതിനെല്ലാം ഒരൊറ്റ പേരാണ്. ഡിപി ഫോർ ഫ്രൂട്ട് സ്ക്വാഷ്. Then it is also called a single or blanket brand. ഇതിനെ നമ്മൾ സിംഗിൾ ബ്രാൻഡ് എന്നും ബ്ലാങ്കറ്റ് ബ്രാൻഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽ ബ്രാൻഡും സിംഗിൾ ബ്രാൻഡ് രണ്ടാണ്. അത് പേരിൽ പോലെ തോന്നുമെങ്കിൽ പോലും വ്യത്യാസമുണ്ട്. ഇൻഡിവിജ്വൽ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് പേരാണ്. ഇത് ഒരു സിംഗിൾ നെയിം ഫോർ ഓൾ പ്രോഡക്റ്റ് എന്നുള്ളതാണ്. എല്ലാ പ്രോഡക്റ്റിനും കൂടെ ഒറ്റ പേര് എന്നുള്ളതാണ്. മറ്റൊരു പേര് ബ്ലാങ്കറ്റ് ബ്രാൻഡ്. The large multinational and national companies usually adopt family brands. വലിയ മൾട്ടിനാഷണൽ കമ്പനീസും നാഷണൽ കമ്പനീസും ഒക്കെ സാധാരണഗതിയിൽ ഫാമിലി ബ്രാൻഡാണ് ഉപയോഗിക്കുക. ജോൺസൺ ആൻഡ് ജോൺസൺ ഈസ് ആൻ ഇന്റർനാഷണൽ നോൺ ബ്രാൻഡ്. അതുകൊണ്ട് എല്ലാ പ്രോഡക്റ്റിനും ഒരൊറ്റ പേരാണ് കൊടുക്കുന്നത്.
അതുകൊണ്ട് ഗുണവും ദോഷവും ഉണ്ട്. കാരണം ഇങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു നെയിം കൊടുത്താൽ തന്നെ, അല്ലെങ്കിൽ ആ എന്തൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവർ ഇറക്കുമ്പോഴും അതിനെല്ലാം തന്നെ ഒരേ മൂല്യം കിട്ടും, ഒരുപോലെ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ നെയിം അത്രയും പോപ്പുലർ ആയിട്ടുണ്ടായത് കൊണ്ട്. അതേസമയം ഇൻഡിവിജ്വൽ നെയിം ആവുന്ന സമയത്ത് അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആളുകളുടെ മനസ്സിൽ ആ പേര് ഒന്ന് പൊസിഷൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു മോശം പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള പ്രോഡക്റ്റുകളെ ബാധിക്കില്ല. കാരണം അത് ആ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഫാമിലി ബ്രാൻഡിന്റെ കേസിൽ അങ്ങനെയല്ല. ഒന്നിനൊരു ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ പ്രോഡക്റ്റിനെയും അത് അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ദെൻ umbrella brands. Umbrella brands are those where all products have the name of the company or the manufacturer. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഇറക്കുന്ന മുഴുവൻ പ്രോഡക്റ്റുകളുടെയും മുകളിലും കമ്പനിയുടെ പേര് അല്ലെങ്കിൽ മാനുഫാക്ചറുടെ പേരും കൂടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഓൾ പ്രോഡക്ട്സ് സച്ച് ആസ് സോപ്സ്, കെമിക്കൽസ്, ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ് എക്സെട്ര മാനുഫാക്ചർഡ് ബൈ ദി ടാറ്റ കമ്പനി വിൽ ഹാവ് ടാറ്റാസ് ആസ് വൺ അംബ്രല്ല ബ്രാൻഡ്. അപ്പം ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് ടാറ്റ കമ്പനി അവർ ഇറക്കുന്ന എല്ലാത്തരം പ്രോഡക്റ്റിനും, അത് സോപ്പ് ആയിക്കോട്ടെ, കെമിക്കൽ ഐറ്റംസ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, അവരുടെ എല്ലാ പ്രോഡക്റ്റിന്റെയും കൂടെ ടാറ്റാസ് എന്ന് പറയുന്ന ടേം, ടാറ്റയുടെ എന്ന് മീനിങ് വരുന്ന ടാറ്റാസ് എന്നും കൂടെ ചേർത്തിട്ടുണ്ടായിരിക്കും. അപ്പം കമ്പനിയുടെ പേരാണത് അതിന്റെ കൂടെ ബ്രാൻഡ് നെയിമിന്റെ കൂടെ വരുന്നത്. അപ്പൊ സച്ച് എ ഡിവൈസ് വിൽ ഒബ്റ്റെയിൻ ലോ പ്രൊമോഷൻ കോസ്റ്റ്. അങ്ങനെ വരുമ്പോൾ ലോ പ്രൊമോഷൻ കോസ്റ്റ് മതിയാവും ആൻഡ് മിനിമൈസ് മാർക്കറ്റിംഗ് എഫേർട്ട്. മാർക്കറ്റിംഗ് എഫേർട്ടും കുറയും. കാരണം ആ ഒരു പുതിയൊരു പ്രോഡക്റ്റ് വരുന്ന സമയത്ത് അത് മാർക്കറ്റിൽ ആളുകൾക്കിടയിൽ പോപ്പുലറൈസ് ചെയ്തെടുക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. കാരണം ഈ ടാറ്റ എന്ന് പറയുന്ന പേരിന് നമ്മുടെ മനസ്സിലൊക്കെ തന്നെ ഇടം നേടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരു ഏത് പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ടാറ്റയുടെ എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് പ്രൊമോഷൻ കോസ്റ്റ് കുറയും, മാർക്കറ്റിംഗ് എഫേർട്ടൊക്കെ കുറയും എന്നുള്ളതാണ് പറയുന്നത്. Then mixed brand. Some companies use individual brands for some of their products and family brands for others. അപ്പോൾ ചില കമ്പനികൾ എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽ ബ്രാൻഡുകൾ അവരുടെ ചില പ്രോഡക്റ്റുകൾക്കൊക്കെ അവർ ഇൻഡിവിജ്വൽ ബ്രാൻഡിങ് അപ്ലൈ ചെയ്യും. ചിലതിനൊക്കെ അവർ ഫാമിലി ബ്രാൻഡ് നെയിം ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ രണ്ട് മെത്തേഡും ഒരുപോലെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ മിക്സഡ് ബ്രാൻഡ്സ് എന്ന് പറയാം. For this, goods are to be classified based on their use, quality, channel of distribution, selling appeal, etc. അപ്പൊ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അവർ അവരുടെ ഗുഡ്സിന്റെ പല കാര്യങ്ങളുടെ ബേസിസിൽ അവർ ക്ലാസിഫൈ ചെയ്യും. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതിന്റെ യൂസ്, അതിന്റെ ക്വാളിറ്റി, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, സെല്ലിംഗ് അപ്പീൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഇൻഡിവിജ്വൽ ബ്രാൻഡ് നെയിം കൊടുക്കണോ അത് ഫാമിലി ബ്രാൻഡ് നെയിം കൊടുക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നതും കൊടുക്കുന്നതും. അപ്പൊ ഇത്രയാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബ്രാൻഡ്സിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നീഡ് ഓർ ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ബ്രാൻഡിങ് എന്താണെന്നുള്ളത് നോക്കാം. ബ്രാൻഡ് ഈസ് എ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, അല്ലെ? ഒരാളുടെ പ്രോഡക്റ്റിനെ തിരിച്ചറിയാനുള്ള ഒന്നാണ് ബ്രാൻഡ്. ബ്രാൻഡിങ് ഈസ് ദ ഈസിയസ്റ്റ് വേ ഓഫ് ഐഡന്റിഫൈയിങ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഓഫ് വൺ ഫേം. ഒരു ഫേമിന്റെ പ്രോഡക്റ്റിനെ സർവീസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ബ്രാൻഡിങ്. ആൻഡ് ടു ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം ദി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫ് ദി അതർ ഫേംസ്. അതുപോലെ മറ്റ് ഫേമുകളുടെ പ്രോഡക്റ്റിൽ നിന്നും സർവീസിൽ നിന്നും ഇതിനെ വേർതിരിച്ച് കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ബ്രാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ബ്രാൻഡ് വേണം എന്നാണ് പറയുന്നത്. ബ്രാൻഡ് ഈസ് എ പ്രൊമോഷണൽ ടൂൾ. ഇതൊരു പ്രൊമോഷണൽ ടൂളും കൂടെയാണ്. പ്രൊമോഷണൽ ടൂൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ, സെയിൽസ് ഇൻക്രീസ് ചെയ്യിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയാണ് പ്രൊമോഷണൽ ടൂളിനകത്ത് വരും. അപ്പൊ അഡ്വർടൈസിംഗ് ഒക്കെ അതിൽ വരുന്നതാണ്. ബ്രാൻഡും എന്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു പ്രൊമോഷണൽ ടൂളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. When a product is established through a brand, its sales will be increased. ഒരു പ്രോഡക്റ്റ് അതിന്റെ ബ്രാൻഡിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെയിൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ദസ് ബ്രാൻഡിങ് ഈസ് എ പ്രൊമോഷണൽ ടൂൾ. അപ്പൊ ആ നിലയ്ക്ക് നമുക്ക് ബ്രാൻഡിങ്ങിനെ ഒരു പ്രൊമോഷണൽ ടൂളായിട്ട് പറയാവുന്നതാണ്. ദെൻ ബ്രാൻഡിങ് ക്രിയേറ്റ്സ് ഗുഡ് വിൽ. ബ്രാൻഡിങ് ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഹാവ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അപ്പൊ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയും പ്രൈസും ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കും. ദിസ് വിൽ എനേബിൾ ടു ക്രിയേറ്റ് എ ബ്രാൻഡ് ഇമേജ്. അതൊരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് ഗുഡ് വിൽ, ബ്രാൻഡ് ഇമേജും ഗുഡ് വില്ലും ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും ടു ബോത്ത് ദ പ്രോഡക്റ്റ് ആൻഡ് ദ ഫേം. ആ ഫേമിനാണെങ്കിലും പ്രോഡക്റ്റിനാണെങ്കിലും ഈ ബ്രാൻഡ് ഇമേജും ഗുഡ് വില്ലും ഉണ്ടാക്കുന്നതിന് സഹായിക്കും എന്നാണ് പറയുന്നത്. Then reduce the cost of advertising. അഡ്വർടൈസിങ്ങിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഡ്യൂറിംഗ് ദ ഇൻട്രൊഡക്ടറി സ്റ്റേജ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ ആരംഭഘട്ടത്തിൽ, മീൻസ് അത് ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കുന്ന സമയത്ത് ദ കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ആർ ഹൈ.
അഡ്വർടൈസ്മെന്റിന്റെയും സെയിൽസ് പ്രൊമോഷൻ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. കാരണം വൻ തോതിൽ സ്പെൻഡ് ചെയ്തെങ്കിലും ആൾക്കാരുടെ ഇടയിൽ ആ ഒരു പ്രോഡക്റ്റ് പരിചയമായി വരുള്ളൂ. വൺസ് ദ ബ്രാൻഡ് ഇമേജ് ഈസ് ക്രിയേറ്റഡ്, ഒരിക്കലൊന്ന് ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ദ കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് പ്രൊമോഷൻ ക്യാൻ ബി കൺസിഡറബിളി റെഡ്യൂസ്ഡ്. നമുക്ക് അഡ്വർടൈസ്മെന്റിന്റെയും അതുപോലെ തന്നെ പ്രൊമോഷന്റെയൊക്കെ തന്നെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അതിനത്ര സ്പെൻഡ് ചെയ്യണമെന്നില്ല, ആൾക്കാർ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങിച്ചോളും എന്നുള്ളതാണ് ഒരിക്കൽ ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ. ദെൻ അവൈലബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് അറ്റ് ഓൾ പ്ലേസസ്, എല്ലാ സ്ഥലങ്ങളിലും പ്രോഡക്റ്റ് ലഭ്യമാകുന്നതിനെ സഹായിക്കും. അൻ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് വിൽ ബി അവൈലബിൾ അറ്റ് ഓൾ പ്ലേസസ്. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമായിരിക്കും. എന്തുകൊണ്ടാണത്? ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആർ പർച്ചേസ്ഡ് ആൻഡ് കെപ്റ്റ് ഇൻ സ്റ്റോഴ്സ് ബൈ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആകുമ്പം അത് ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ഒക്കെ വാങ്ങി അവരുടെ സ്റ്റോറിൽ സൂക്ഷിക്കാൻ തയ്യാറാവും എന്നുള്ളതാണ്. കാരണം അത് വിറ്റൊഴിക്കാൻ അവർക്ക് വലിയ പ്രയാസമില്ല. ആളുകൾ ഇത് കേട്ടറിഞ്ഞും ആ ബ്രാൻഡ് ചോദിച്ചും വരും. മറ്റേത് ഒരു പ്രോഡക്റ്റ് പിന്നെ ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കേണ്ടി വരും വിറ്റ് കിട്ടാൻ. ആ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് പ്രോഡക്റ്റ് അവർ ഈസി ആയിട്ട് എല്ലായിടങ്ങളിലും എല്ലാം റീറ്റെയിലേഴ്സും ഹോൾസെയിലേഴ്സും വാങ്ങി സൂക്ഷിക്കുന്നതുകൊണ്ട് അതിന്റെ അവൈലബിലിറ്റി കൂടുതലായിരിക്കും. ഈസി ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഐറ്റം, പുതിയ ഒരു പ്രോഡക്റ്റ് ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇത് വളരെ എളുപ്പം സഹായിക്കും. ഇഫ് എ ഫേം ഹാസ് മോർ ദാൻ വൺ ലൈൻ ഓഫ് ബ്രാൻഡഡ് ഗുഡ്സ്, ഇപ്പം ഒരു ഫേമിന് ഒന്നിൽ കൂടുതൽ ബ്രാൻഡഡ് ഗുഡ്സ് ഉണ്ട് എങ്കിൽ ഇറ്റ് ക്യാൻ ആഡ് എ ന്യൂ ഐറ്റം ടു ഇറ്റ്സ് ലിസ്റ്റ് ഈസിലി. അതിലേക്ക് ഒരു പുതിയൊരു ഐറ്റം അതിന് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. വിത്തൗട്ട് ഇൻകറിംഗ് ദ കോസ്റ്റ് ഓഫ് അഡ്വർടൈസിങ്. ഒരു അഡ്വർടൈസിങ് കോസ്റ്റ് ഒന്നും ഇൻകർ ചെയ്യാതെ തന്നെ. ഇപ്പൊ ടാറ്റയ്ക്ക് ഇഷ്ടംപോലെ പ്രോഡക്റ്റ് ഉണ്ട്, അതിൽ അവർ പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് കഴിഞ്ഞ് ടാറ്റ എന്ന പേരും വെച്ച് അവരത് ഇറക്കി കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് അത് പിന്നെ ആളുകൾ വാങ്ങിച്ചു തുടങ്ങും. അവിടെ വലിയ അത് ആളുകൾക്കിടയിൽ അവതരിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ബ്രാൻഡ് ഇമേജ് മറ്റ് പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ദ ഡിമാൻഡ് സ്റ്റിമുലേഷൻ, ദ ബ്രാൻഡ് ഈസ് ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ് ഇൻ ഡിമാൻഡ് സ്റ്റിമുലേഷൻ ദാൻ ദ കമ്പനി നെയിം ഓർ ടെക്നിക്കൽ ആസ്പെക്ട് ഓഫ് ദി പ്രോഡക്റ്റ്. ആ ഒരു പ്രോഡക്റ്റിന്റെ കമ്പനി നെയിം, അതുപോലെ അതിന്റെ ടെക്നിക്കാലിറ്റി ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രോഡക്റ്റിന്റെ ടെക്നിക്കൽ ആസ്പെക്ട് എന്താണോ അതിലൊക്കെ അപ്പുറമായിട്ട് ഡിമാൻഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റിന്റെ ബ്രാൻഡാണ്. ആ ഒരു ബ്രാൻഡിനോട് തന്നെ ആളുകൾക്ക് ഒരു ലോയൽറ്റി ഉണ്ടാവുകയും അത് ആളുകൾ വാങ്ങിക്കുകയും ചെയ്തോളും, കമ്പനി നോക്കാതെ തന്നെ, അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ സൈഡ് നോക്കാതെ തന്നെ. ഇത്രയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ളത്. ദെൻ ഫീച്ചേഴ്സ് ഓർ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ബ്രാൻഡ്. നല്ലൊരു ബ്രാൻഡിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. The brand should suggest something, benefit, quality, use, action, etc. about the product. For example, Tiger Locks. ഇപ്പോൾ ബ്രാൻഡ് നെയിം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റിന്റെ എന്തെങ്കിലും ഒരു ഫീച്ചർ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ബ്രാൻഡ്. അതിന്റെ ബെനിഫിറ്റോ ക്വാളിറ്റിയോ യൂസ് എന്തെങ്കിലും ഒന്ന് പറയണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടൈഗർ ലോക്സ്, അപ്പൊ നമുക്കറിയാം ടൈഗർ എന്തുമാത്രം ഒരു ശക്തിയുള്ള ഒന്നാണെന്ന്. അപ്പൊ അത്രയും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ലോക്ക് എന്നുള്ളൊരു മീനിങ് അവിടെ വരികയാണ്. ആ രീതിയിൽ ബ്രാൻഡ് നെയിം കൊടുക്കുന്നത് നന്നായിരിക്കും. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ, ഈസി ടു സ്പെൽ, റിമെമ്പർ ആൻഡ് പ്രൊനൗൺസ്. വളരെ സിമ്പിൾ ആയിരിക്കണം, സ്പെൽ ചെയ്യാൻ എളുപ്പമായിരിക്കണം, അത് ഓർക്കാനും പറയാനും എളുപ്പമുള്ള ഒന്നായിരിക്കണം. ദ നെയിം ഷുഡ് നോട്ട് ബി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് അനദർ ബ്രാൻഡ്. ആ ഒരു നെയിം മറ്റൊരു ബ്രാൻഡുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടാകാൻ പാടില്ല, ഒരേപോലെ തോന്നിക്കുന്നതാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി യുണീക്ക്, ഡിസ്റ്റിങ്റ്റീവ് ആൻഡ് അട്രാക്റ്റീവ്. അത് വ്യത്യസ്തമായിരിക്കണം, വളരെ ആകർഷകമായിരിക്കണം, യുണീക്ക് ആയിരിക്കണം, ഡിസ്റ്റിങ്റ്റീവ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഓഫ് എ പെർമനന്റ് നാച്ചർ. സ്ഥിരതയുള്ളതായിരിക്കണം, അപ്പോഴെപ്പോഴും ഇങ്ങനെ മാറുന്ന അല്ലെങ്കിൽ ഒരു സമയം മാറുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന ഒന്നാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി ഒഫൻസീവ്, ഒരു കുറ്റകരമായിട്ടുള്ള ഒന്നാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ഹാവ് എ സ്റ്റാബിൾ ലൈഫ് ആൻഡ് നോട്ട് അഫക്റ്റഡ് ബൈ ടൈം. ഒരു സ്റ്റാബിൾ ലൈഫ് ഉണ്ടായിരിക്കണം. അവിടെ പെർമനന്റ് നാച്ചർ നമ്മൾ പറഞ്ഞു, തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാബിൾ ലൈഫ് ഉണ്ടായിരിക്കണം. ഒരിക്കലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് സ്ഥിരമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ഇമേജ് അതിനുണ്ടാവണം. നോട്ട് അഫക്റ്റഡ് ബൈ ടൈം, കാലം കടന്നു പോകുമ്പോൾ അതിനൊരു മൂല്യച്യുതി സംഭവിക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്കിടെ ഒരു വില തോന്നാത്തൊരു അങ്ങനത്തെ ഒരു പേരൊന്നും ആവാൻ പാടില്ല. It should be capable of being registered and protected legally under the legislature. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രജിസ്റ്റേർഡ് ബ്രാൻഡ് നെയിമാണ് ട്രേഡ് മാർക്ക് എന്ന്. അപ്പൊ ആ രീതിയിൽ കാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനും അങ്ങനെ ലീഗലി പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം ബ്രാൻഡ് നെയിമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബ്രാൻഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ എസെൻഷ്യൽസ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ബ്രാൻഡിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ തന്നെ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ഓരോരോ ടീമിന് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്ത് എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. പല കാര്യങ്ങളും ഇതിനകത്ത് ആവർത്തിച്ച് വരുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്റർചേഞ്ചബിളി ഇത് നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഒന്ന് ടു ദ മാനുഫാക്ചറർക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ബ്രാൻഡ് വൈഡൻസ് ദ മാർക്കറ്റ് ത്രൂ ഡിമാൻഡ് ക്രിയേഷൻ. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ബ്രാൻഡ് സഹായിക്കും. അങ്ങനെ ഡിമാൻഡ് ഉണ്ടാകുന്നതിലൂടെ തീർച്ചയായിട്ടും ആളുകൾ നമ്മുടെ പ്രോഡക്റ്റ് കൂടുതലായിട്ട് വാങ്ങും. അങ്ങനെ അതിലൂടെ നമ്മുടെ മാർക്കറ്റ് വൈഡൻ ചെയ്യാൻ ബ്രാൻഡ് സഹായിക്കും. ഇറ്റ് ക്രിയേറ്റ്സ് ഗുഡ് വിൽ ആൻഡ് ബ്രാൻഡ് ഇമേജ്. ഗുഡ് വിൽ, ഫേമിന് ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന്, ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കുന്നതിനൊക്കെ ഇത് മാനുഫാക്ചറെ സഹായിക്കുന്നു. ഇറ്റ് ഐഡന്റിഫൈസ് ദ പ്രോഡക്ട്സ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ദം ഫ്രം ദോസ് ഓഫ് ദി കോമ്പറ്റീറ്റേഴ്സ്. അപ്പൊ ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നു. അതോടൊപ്പം കോമ്പറ്റീറ്റേഴ്സിന്റെ അത്തരം പ്രോഡക്റ്റിൽ നിന്നും ഇതിനെ വേർതിരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇറ്റ് ഈസ് എ ടൂൾ ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. ഇത് നമ്മൾ നേരത്തെ പ്രൊമോഷൻ ടൂളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അഡ്വർടൈസിങ്ങിനും സെയിൽസ് പ്രൊമോഷനൊക്കെ തന്നെയുള്ള ഒരു ടൂളായിട്ടും ഇത് വർക്ക് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ ഈസി ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ്. ഇത് പുതിയൊരു പ്രോഡക്റ്റിന് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മാനുഫാക്ചറെ സഹായിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് റെഡ്യൂസസ് ദ നീഡ് ഫോർ പ്രൈസ് കമ്പാരിസൺ. പ്രൈസ് കമ്പാരിസന്റെ ആവശ്യകത അത് റെഡ്യൂസ് ചെയ്യിക്കുന്നു. ദെൻ എത്രയാണ് നമുക്ക് മാനുഫാക്ചർക്കുള്ള ഗുണങ്ങളായിട്ട് പറയാനുള്ളത്. ദെൻ ടു ദ ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലേഴ്സ്. ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രാൻഡഡ് പ്രോഡക്ട്സ് ക്യാൻ ഈസിലി ബി സോൾഡ് ആൻഡ് ഹാവ് ലെസ് റിസ്ക്. ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആകുമ്പോൾ അത് ആളുകൾക്ക് അഡ്വർടൈസ്മെന്റിലൂടെ മറ്റൊക്കെ എല്ലാ പരിചയമായിരിക്കും. ജസ്റ്റ് ആ ഒരു സാധനം കാണിക്കുകയോ അല്ലെങ്കിൽ അവരെന്നെ ചോദിച്ചു വരും. അപ്പൊ അതുകൊണ്ട് വളരെ പെട്ടെന്ന് വിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വിറ്റ് പോവാതിരിക്കും, അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞ റിസ്കേ ഉണ്ടാവുള്ളൂ. ബ്രാൻഡിങ് ക്രിയേറ്റ് സ്റ്റെബിലിറ്റി ഇൻ ഡിമാൻഡ് ടു ബ്രാൻഡഡ് പ്രോഡക്ട്സ്. ഇപ്പൊ ബ്രാൻഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ബ്രാൻഡഡ് പ്രോഡക്ട്സിന്റെ ഡിമാൻഡിൽ സ്റ്റെബിലിറ്റി, സ്ഥിരത ഉണ്ടാകും. അതിനെപ്പോഴും ഒരേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദെൻ ബ്രാൻഡിങ് എയ്ഡ്സ് ഇൻ ഡിസ്പ്ലേസ് ആൻഡ് അഡ്വർടൈസിങ്. നമുക്ക് ഡിസ്പ്ലേ വേണ്ടി വരും ഷോപ്പിലൊക്കെ. അപ്പൊ അങ്ങനെ ഡിസ്പ്ലേക്ക് ആണെങ്കിലും അഡ്വർടൈസിങ്ങിനൊക്കെ ആണെങ്കിലും ബ്രാൻഡിങ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റെബിലൈസ് പ്രൈസ് ആൻഡ് ഇൻക്രീസ് കൺട്രോൾ ഓവർ ദി മാർക്കറ്റ്. പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന്, പ്രൈസിൽ വലിയ മാറ്റമില്ലാതെ നിർത്തുന്നതിന്, അതുപോലെ തന്നെ ആ മാർക്കറ്റിൽ ഒരു കൺട്രോൾ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ തന്നെ ഇത് സഹായിക്കുന്നുണ്ട് ഹോൾസെയിലേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും. ദെൻ ടു ദ കൺസ്യൂമേഴ്സിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ദ പ്രോഡക്ട്സ് ഓഫ് ഡിഫറെന്റ് ഫേംസ് ആർ ഡിഫറൻഷിയേറ്റഡ് ബൈ ബ്രാൻഡിങ്. ഇപ്പൊ വിവിധ ഫേമുകളുടെ പ്രോഡക്റ്റുകൾ ബ്രാൻഡിങ്ങിലൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോരോ പ്രോഡക്റ്റിനെയും വേർതിരിച്ചറിയുന്നതിന് ഇത് കൺസ്യൂമറെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഈസി ഷോപ്പിംഗ് വളരെ എളുപ്പമാണ്. ചെന്ന് ഓരോന്നും പ്രത്യേകിച്ച് നമുക്ക് നേരത്തെ മനസ്സിലാക്കിയതായിരിക്കും വളരെ പെട്ടെന്ന് എടുത്തിട്ട് പോരാനൊക്കെ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് ഫെയർ പ്രൈസസ്. ന്യായമായ വിലയ്ക്ക് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കിട്ടുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. പോപ്പുലർ ബ്രാൻഡ്സ് പ്രൊവൈഡ് മോർ സാറ്റിസ്ഫാക്ഷൻ ടു കൺസ്യൂമേഴ്സ്. വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ കൺസ്യൂമേഴ്സിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു. അവരും അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇത്തിരി അഭിമാനവും എല്ലാം അതിന്റെ കൂടെ അവർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നു എന്നുള്ളതാണ്. ദെൻ ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് ബ്രാൻഡിങ്. ഈ ബ്രാൻഡിങ്ങിന് പ്രതികൂലമായിട്ടുള്ള വാദങ്ങൾ എന്തൊക്കെയാണ്, അതിന് വിരുദ്ധമായിട്ടുള്ള വാദങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നോക്കാം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. ബ്രാൻഡിങ് ലീഡ്സ് ടു ബ്രാൻഡ് മോണോപ്പൊളി. ബ്രാൻഡ് മോണോപ്പൊളിയിലേക്ക് നയിക്കുന്നു. ഇപ്പം ബ്രാൻഡ് മോണോപ്പൊളിയിലേക്ക്, ബ്രാൻഡ് കുത്തകയിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്. ബ്രാൻഡ് മോണോപ്പൊളി ഈസ് ക്രിയേറ്റഡ്. അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ബൈ ഗ്രാജുവലി ക്രിയേറ്റിംഗ് എ ബ്രാൻഡ് ലോയൽറ്റി ടു ദ പ്രോഡക്ട്സ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമറുടെ മനസ്സിൽ ആ ഒരു പ്രോഡക്റ്റിനോടുള്ള ബ്രാൻഡ് ലോയൽറ്റി, ഇതിനോടുള്ള ഒരു വിധേയത്വം ഇങ്ങനെ സാവധാനം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബ്രാൻഡ് മൊണോപ്പൊളി ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ ആ ഒരു ബ്രാൻഡ് മാത്രം മാർക്കറ്റിൽ ലീഡറായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ അത് എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. The cost of advertising of a brand in the initial stages are very high and is not affordable. അപ്പോൾ ഒരു ബ്രാൻഡിനെ അഡ്വർടൈസ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് അത് തുടക്കത്തിൽ വളരെ കൂടുതലായിരിക്കും. അതിന് ആളുകളുടെ മനസ്സിലേക്ക് ആ പേരൊന്ന് പരിചയപ്പെടുത്തി കിട്ടുന്നതിന് നല്ല പാടായിരിക്കും, നല്ല കോസ്റ്റ് വരും. ആൻഡ് ഈസ് നോട്ട് അഫോർഡബിൾ. അത് പലപ്പോഴും താങ്ങാവുന്നതായിരിക്കില്ല ചെറുകിട കമ്പനികൾക്കും മീഡിയം സൈസ്ഡ് കമ്പനികൾക്കൊക്കെ. ദെൻ ബ്രാൻഡ് നെയിംസ് ഡു നോട്ട് ഓൾവേസ് അസ്യൂം ക്വാളിറ്റി.
ബ്രാൻഡ് നെയിം ഉണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ അത് ഒരിക്കലും അതിന്റെ ക്വാളിറ്റിയെ അത് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻഫീരിയർ ഗുഡ്സ് ആർ ഓൾസോ മാർക്കറ്റഡ് അണ്ടർ എ ഗ്ലാമറസ് ബ്രാൻഡ് നെയിം. വളരെ ക്വാളിറ്റി കുറഞ്ഞ ഇൻഫീരിയർ ആയിട്ടുള്ള ഗുഡ്സും ചിലപ്പോൾ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമിലൂടെ വെച്ചിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്തു എന്ന് വരാം. അപ്പോൾ ബ്രാൻഡ് നെയിം ഉണ്ട് വെച്ചിട്ട് ക്വാളിറ്റി ഉണ്ടാവണം എന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ബ്രാൻഡിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബ്രാൻഡിങ്ങിന്റെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ